അപ്പോൾ ഹലോ എല്ലാവർക്കും അത്താശംസകൾ. ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ വെള്ളം കുടിച്ചിട്ടാണ് നീച്ച് വെച്ചാണ്. അപ്പോൾ നീച്ച് രാവിലെ അത്തിട്ടിട്ട് പിന്നെയും കിടന്നുറങ്ങിയതാണ്. പിന്നെ എപ്പോൾ നീക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ചായ വെള്ളമൊന്നും കുടിച്ചില്ല. പിന്നെ എല്ലാവരും എൻ്റെ അത്തപ്പൂ കാണണ്ടേ, ഇതാണ് കേട്ടോ എൻ്റെ അത്തപ്പൂ. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്ടിലെ അത്തപ്പൂ. ഇത് അവിടുത്തെ പൂവും ഇവിടുത്തെ ഈ പൂവൊക്കെ വെച്ചിട്ടാണ് അത്തപ്പൂ ഇടുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇതൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെടിയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് അത്തപ്പൂ ഇടുക. പിന്നെ നമ്മളുടെ കുഞ്ഞു റോസാപ്പൂവ് കാലല്ലേ അത് വിരിഞ്ഞു കേട്ടോ. ആമ്പലിനെ ഞാൻ കാണിച്ചു തരാം. ആമ്പലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു പൂവൊക്കെ ഉണ്ടാവുന്നുള്ളൂ. 5ഉം 6ഉം പൂവുണ്ടാവുന്നതൊക്കെ ഒരു ദിവസമായിട്ടേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഒരു പൂമ്പാറ്റ പോകുന്നുണ്ടോ, നീ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും അത്താശംസകൾ. ഇന്ന് പാൽക്കാരനൊക്കെ വന്ന് പാലൊക്കെ വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തെച്ചി ഞങ്ങൾ കണ്ടില്ല. അവിടെ അത്തപ്പൂ ഇട്ടപ്പോൾ തെച്ചിയും ഈ വെള്ളപ്പൂവും ഈ മഞ്ഞയുടെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിവിടെ പഴംപൊരിപ്പൂവ് എന്നാണ് കേട്ടോ അതിനെ പറയുക. അതിന് നല്ല നിൽക്കുക. പിന്നെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എത്ര മാർക്ക് തരും ഇതിന്, അതങ്ങ് കളഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേഗം നടന്ന് നമ്മളുടെ ഇതിൻ്റെ അടുത്തെത്തി. ഈ ഒരു വെള്ള തെച്ചി നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത്തപ്പൂവിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കാണിച്ചു തരേ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിലൂടെ. അപ്പം എങ്ങനെയുണ്ട് മോനിക്ക? എല്ലാവർക്കും ശരി എത്തിയിട്ടല്ലേ? അപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ ഈ ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ വെറുതെ അങ്ങനെ ആത്മകഥ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അത്താശംസകൾ.